الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമായി നിൽക്കുന്ന ഈ സമയത്ത് റമദാനിന് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി നാളെയോ മറ്റന്നാളോ ആയി നോമ്പിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ അവസാനത്തെ ദിവസങ്ങൾ പരിശുദ്ധ റമദാനിൻ്റെ മഹിമകളും മഹത്വങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ഉൾക്കൊണ്ടുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിനെ ഒരു കച്ചവടക്കണ്ണോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ ഉണ്ടാകാം ഭൂമിയിൽ. റമദാനാണ്, അത്യാവശ്യം ബിസിനസ് നടക്കുമെന്ന കാഴ്ചപ്പാടിൽ റമദാനിനെ സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾ റമദാൻ വന്നല്ലോ, ഇനിയിപ്പോൾ എല്ലാവരും നോമ്പിൽ പ്രവേശിക്കുമ്പോൾ ഞാനും നോമ്പുകാരൻ അല്ലെങ്കിൽ മോശല്ലേ എന്ന അർത്ഥത്തിൽ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ടാവും. അതൊരു വളരെ വെറുപ്പോടുകൂടി പ്രവേശിക്കുന്ന ചില ആൾക്കാരുണ്ട്. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വെറുത്ത മനസ്സോടുകൂടി നോമ്പിലേക്ക് പ്രവേശിക്കുന്ന, ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ കണികകൾ പ്രവേശിച്ചിട്ടില്ലാത്ത മനുഷ്യർ. അതുപോലെ തന്നെ ഒരു ഭക്ഷണത്തിൻ്റെ മാസമായും റമദാനിനെ കാണുന്ന ആളുകളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റു ചില ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്
ഇതെനിക്ക് കിട്ടിയ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി റമദാനിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. ഭൂരിഭാഗവും ആ ഒരു ചിന്തയോടുകൂടി നോമ്പിനെ നോക്കിക്കാണുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ എന്ന മാസത്തിൻ്റെ ഫളലും അതിൻ്റെ ശ്രേഷ്ഠതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ റമദാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അതാക്കും റമദാൻ, നിങ്ങളിലേക്ക് റമദാൻ ഇതാ സമാഗതമായിരിക്കുന്നു. ആ റമദാനിൻ്റെ പ്രത്യേകത ഒന്ന്, ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ് റമദാൻ. അനുഗ്രഹത്തിൻ്റെ മാസമാണ് റമദാൻ, ബർക്കത്തുള്ള മാസം. എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഇരട്ടി ഇരട്ടിയായി പ്രതിഫലത്തിൽ ബർക്കത്തുള്ള, അമലുകൾക്ക് ബർക്കത്തുള്ള രാത്രി. ജീവിതത്തിലേക്കുള്ള എല്ലാ മേഖലകളിലും ബർക്കത്ത് നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ. അതാണ് റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ ബർക്കത്തുള്ള ദിവസങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ശൈലി അതാണ്. മറ്റൊരു ഭാഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഷഹ്റുൻ മുബാറകുൻ, ഇത് അനുഗ്രഹത്തിൻ്റെ മാസമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, ആ റമദാനിൽ നിങ്ങൾക്ക് നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. നോമ്പ് പടച്ച റബ്ബ് നിർബന്ധമാക്കിയ ഒരു മാസമാണ് എന്ന് അല്ലാഹു പ്രത്യേകം അതിൻ്റെ പോരിശ പറയാൻ. മാത്രല്ല, തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. ആകാശലോകത്തുള്ള കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കുന്ന മാസമാണ്. വതുഗല്ലു ഫീഹി മറദത്തിശ് ശയാത്തീനി ലില്ലാഹ്, പിശാചുക്കളെ ചങ്ങലകളിൽ ബന്ധിക്കുന്ന മാസമാണ്. ഇതൊക്കെ റമദാന്റെ ഫളലുകളാണ്. ശൈത്വാനിനെ ചങ്ങലക്കൊടും. നരകത്തിൻ്റെ കവാടങ്ങൾ 7 കവാടങ്ങളുണ്ട് നരകത്തിന്. 7 കവാടങ്ങളെ കൊട്ടിയടക്കുന്ന മാസമാണ്. ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. ഫീഹി ലൈലത്തുൻ, ആ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ഷഹ്ർ, ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രി ഈ മാസത്തിലുണ്ട്. ലൈലത്തുൽ ഖദറിനെ ഉദ്ദേശിച്ച് പറയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആരെങ്കിലും ആ ലൈലത്തുൽ ഖദറിന്റെ ഖൈറിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ വമ്പിച്ച നഷ്ടക്കാരനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രതിഫല. ഇതൊക്കെ റമദാനിൻ്റെ മഹത്വങ്ങളാണ്. ഇത് ഇമാം നസായി ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ജാഅ റമദാൻ, റമദാൻ നിങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞിരിക്കുന്നു, സമാഗതമായിരിക്കുന്നു. ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. 8 കവാടങ്ങൾ റസൂലുള്ള സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളെ വർണ്ണിച്ചു. ആ 8 കവാടങ്ങളെയും തുറക്കപ്പെടുന്ന മാസം. ഫുതിഹത്ത് അബ്വാബുൽ ജന്ന. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗുല്ലിഖത്ത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കുന്നു. വസുഫിദത്തി ശയാത്തീൻ, ശൈത്വാനിനെ ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്യുന്നു. ഇത് റമദാനിൻ്റെ ഫളലുകളാണ്. മാത്രമല്ല, റമദാനിനെ സംബന്ധിച്ച് ഷഹ്റു തൗബ, തൗബയുടെ മാസം, ഷഹ്റു ദുആ, ദുആയുടെ മാസം, ഷഹ്റു സ്വബർ, ക്ഷമയുടെ മാസം, ഇങ്ങനെ വർണ്ണിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും.
എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യൻ പരിപൂർണമായും ചില സംഭവങ്ങളെ പഠിക്കുന്ന ഉൾക്കൊള്ളുന്നൊരു മാസമായി റമദാനിനെ നമുക്ക് കാണാം. ഈ ഫദ്ല് ലഭിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിൻ്റെ അവതരണമാണ് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് ഫറദല്ലാഹു അലൈക്കും സിയാമഹു, ആ റമദാനിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. നോമ്പ് നിർബന്ധമാക്കിയ ഒരു മാസമാണ് റമദാൻ. എന്തിനാണ് ഈ മാസത്തിൽ അള്ളാഹു നോമ്പിനെ നിർബന്ധമാക്കിയത്? അതൊരു സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമാണ്. അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങളെ പഠിക്കുന്ന പ്രാക്ടിക്കലായി ചില സംഭവങ്ങൾ കൊണ്ടുവരുന്നൊരു മാസമാണ് റമദാൻ. നോമ്പിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടത്തെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു എടുത്തു പഠിപ്പിക്കുന്ന വചനം ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുമ്പ് കഴിഞ്ഞുപോയവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? അപ്പോൾ മുൻഗാമികൾക്കും നോമ്പുണ്ടെന്ന് മനസ്സിലായി അല്ലേ? നമുക്ക് നോമ്പ് നിർബന്ധമാക്കി, മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ അവർക്കും വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പാഠമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്തിനാ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ റമദാനിൽ കിട്ടുന്നൊരു പ്രധാന വിഷയം എന്താ? തഖ്വ എന്നതൊരു പ്രാക്ടിക്കലായി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാസമാണ്. തഖ്വ എന്താണെന്ന് പഠിക്കുന്ന മാസമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കുറേ റമദാനിയത്തിൻ്റെ ആൾക്കാരുണ്ട്. റമദാനിന് മാത്രം ഒരു സ്പെഷ്യൽ നിസ്കാരം, റമദാനിന് മാത്രം ഒരു സ്പെഷ്യൽ ഇബാദത്തൊക്കെ ആയിട്ട് മാത്രം രംഗത്ത് വരുന്ന ആളുകൾ. സഹോദരങ്ങളെ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കാതെ കരുതണ്ട. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ റമദാനുകൾ എത്ര കഴിഞ്ഞു? ഈ റമദാനിലെങ്കിലും നമ്മുടെ തീരുമാനം നന്നാക്കിയെടുക്കാൻ തീരുമാനിക്കുക. നല്ലൊരു തീരുമാനത്തിലേക്ക് വരിക. ആ തീരുമാനം ഈ നോമ്പിലൂടെ എൻ്റെ ഇനിയുള്ള കാലം മുഴുവനും ഈ നോമ്പ് കാലം ഞാൻ എങ്ങനെ ചെലവഴിക്കുമോ ആ രൂപത്തിൽ തന്നെ റമദാൻ തീർന്നാലും ഞാൻ ജീവിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കും. അതിനാണ് ഖൈറുള്ളത്. അതിലാണ് ഖൈറുള്ളത്. അല്ലാതെ കുറച്ച് ദിവസം കണ്ട് നിസ്കരിക്കുക, റമദാനാണ് കഴിഞ്ഞാൽ ഉള്ള നിസ്കാരം കെട്ടിട്ടാണ് പോവുക, ആ പരിപാടി ദീനിലില്ല. റമദാനിൽ മാത്രം ഒരു പ്രത്യേക നിസ്കാരമൊന്നും അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, റമദാനിൽ മാത്രം ഒരു പ്രത്യേക ഇബാദത്ത് പുണ്യം കൂടുതൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകളുണ്ട്. റമദാനിൻ്റെ ബർക്കത്തുകളുണ്ട്, റമദാനിൻ്റെ ഖൈറുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ റമദാനിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ 10 സ്ഥിരം പള്ളിക്ക് വരുന്നവർക്ക് പള്ളിയിൽ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തരുത്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തരുത്. എല്ലാ കാലങ്ങളിലും നമ്മൾ പള്ളികളിൽ ഉണ്ടാവണം, ജമാഅത്തിനുണ്ടാവണം, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. അത് റമദാനിൽ മാത്രമല്ലതല്ല. പക്ഷേ അല്ല പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നോമ്പിലൂടെ നിങ്ങൾക്ക് തഖ്വ ലഭിക്കുകയാണ്. ആ കിട്ടുന്ന തഖ്വ റമദാനോടുകൂടി തീരേണ്ടതല്ല. റമദാനിൽ ആദ്യത്തെ 10 അല്ലെങ്കിൽ രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10 അതോടങ്ങോട്ട് അവസാനിക്കുന്നതല്ല. റമദാനിലെ ഇബാദത്തുകൾ, നിസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ, തഖ്വ എന്ന് പറയുന്നത് ആ സൂക്ഷ്മത റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. ഈ നോമ്പ് എൻ്റെ മാറ്റത്തിൻ്റെ കാലമാണെന്ന് തീരുമാനിക്കാൻ കഴിയാം. എങ്കിൽ നമുക്ക് വിജയമാണ്. നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു അനിന്നാർ. എന്താണ് പരിച? നോമ്പുകാരൻ അതുപയോഗിച്ചുകൊണ്ടവൻ നരകത്തിൻ്റെ ഒരു പരിചയായി, നരകത്തെ തൊട്ട് തടയുന്നൊരു പരിചയായി അവൻ നോമ്പിനെ സ്വീകരിക്കുന്ന. അപ്പം ഈ നോമ്പിലൂടെ പൂർണ്ണമായും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവനായി മാറാൻ നമുക്ക് കഴിയണം. അതിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് പരിശുദ്ധ റമദാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
അള്ളാഹിൻ്റെ ദീന് ഉൾക്കൊണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് സ്വീകരിച്ചിട്ട് ഒരു റമദാൻ കിട്ടിയിട്ട് ആ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനും വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് ജുന്നത്തുൻ, ഒരു പരിചയാണ്. അസ്യാമു ജുന്നത്തുൻ, ഒരു പരിചയാണെന്ന് പറഞ്ഞു. തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തുന്ന പരിച, വ്യഭിചാരത്തിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തുന്ന പരിച, കണ്ണിനെ നിയന്ത്രിക്കാൻ, കാതുകളെ നിയന്ത്രിക്കാൻ, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും നിയന്ത്രിക്കാൻ നോമ്പ് കൊണ്ട് കഴിയുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോമ്പിന് ചില ബന്ധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി. കല്യാണം കഴിക്കാത്തവനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നോമ്പ് നോറ്റോളൂ. സാമ്പത്തികമായി നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂലേ? ശാരീരികമായി നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ? നിങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്ക്, നോമ്പിലേക്ക് പ്രവേശിക്ക്. യാ മഅ്ശറ ശബാബ്, ഏ യുവസമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, കല്യാണത്തിൻ്റെ പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫഇന്നഹു അഅദ്ദു ലിൽ ബസർ വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് വിവാഹം. കണ്ണുകളെ നിയന്ത്രിക്കാനാണ് വിവാഹം. അതിനാണ് വിവാഹത്തിൻ്റെ ഉദ്ദേശത്തെ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ആണാവട്ടെ പെണ്ണാവട്ടെ, രണ്ടാളുകൾക്കും അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൈവരിക്കാനാണ് വിവാഹം. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വമൻ ലം യസ്തതി', ഇനി നിങ്ങൾക്ക് അതിന് കഴിയാത്തൊരവസ്ഥ വന്നു, വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ ഫഅലൈഹി ബിസ്സൗം, നിങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്കണം. അവിടെ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. റമദാനിൽ ഫർളും അല്ലാത്ത മാസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം. ഫഇന്നഹു ലഹു വിജാ, നോമ്പ് നിങ്ങളെ തിന്മയിൽ നിന്ന് തടുക്കുന്നൊരു പരിചയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോമ്പുകൊണ്ട് കിട്ടണ നേട്ടണ്ട, ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്താൻ കഴിയും നോമ്പ് എന്ന ഇബാദത്തിലൂടെ. സൗമ എന്ന ഇബാദത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം അതാണ്. അതുകൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരിയും ഈ ഹദീസിനെ സംബന്ധിച്ച് വിവരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. നോമ്പ് കൊണ്ട് ഒന്ന് തെക്കുവ എന്താണെന്ന് പഠിക്കുകയാണ്. രണ്ടാമത്തത്, ജീവിതത്തിൽ സംസ്കാരമുള്ള നല്ല വിശുദ്ധി കൈവരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറുകയാണ് യഥാർത്ഥത്തിൽ ഒരു മാസത്തെ നോമ്പിലൂടെ, ഈ റമദാനിലെ ഫർളാക്കപ്പെട്ട നോമ്പിലൂടെ, നോമ്പ് എന്ന ഇബാദത്തിലൂടെ. മറ്റൊന്ന്, നരകത്തിൽ നിന്ന് നമ്മുടെ മുഖത്തെ അല്ലാഹു അകറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹദീസ് കാണാം, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു നോമ്പനുഷ്ഠിച്ചാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ, അല്ലാഹു അവൻ്റെ മുഖത്തെ 70 ഖരീഫ് മുഖത്തെ നരകത്തെ തൊട്ട് അകറ്റും. 70 ഖരീഫ് അവൻ്റെ ഒരു നോമ്പിന് പകരം ഒരു നോമ്പനുഷ്ഠിച്ചാൽ ആ നോമ്പ് അള്ളാഹിൻ്റെ മാർഗത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെയാണെങ്കിൽ അവൻ്റെ മുഖത്തെ 70 ഖരീഫ് നരകത്തെ തൊട്ട് അകറ്റുമെന്നാണ്. അതാണ് നോമ്പിൻ്റെ ഫضല്. അതാണ് നോമ്പിൻ്റെ ഫضല്. എന്താണ് ഈ ഖരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഫതഹുൽ ബാരിയുടെ 6-ാം വാള്യത്തിൻ്റെ 48-ാമത്തെ പേജിൽ ഇതിനൊരു വിശദീകരണം കാണാം. 70 ഖരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് 70 വർഷത്തെ യാത്രാ ദൂരമാണ്. 70 വർഷത്തെ യാത്രാ ദൂരമാണ് 70 ഖരീഫ്. ഫതഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 70 വർഷം നമ്മുടെ മുഖം നരകത്തെ തൊട്ട് അകലും ഒരു നോമ്പിൻ്റെ ഫضലാണ്. ഒരൊറ്റ നോമ്പിൻ്റെ 30 നോമ്പും അള്ളാഹ്ക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു ഫർളായ നോമ്പിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന ഒരു വ്യക്തി നരകത്തിൽ നിന്ന് എത്ര അകന്നു, നരകത്തിൽ നിന്നവൻ്റെ മുഖം എത്ര അകലും എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നോമ്പ് ഒരു കാരണവശാലും നമ്മൾ സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. വലിയ പ്രതിഫലമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നൊരു ഇബാദത്ത് ഏതാണ്?
റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ് സ്വഹാബികൾ. മഹാനായ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുകയാണ്, റസൂലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും പറ്റുന്ന ഇബാദത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അലൈക ബിസ്സൗം, നിങ്ങൾ നോമ്പിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം, നോമ്പ് നിങ്ങൾ നോൽക്കണം. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് സമാനമായ മറ്റൊരു ഇബാദത്തില്ല. അല്ലെ, നോമ്പിന് തുല്യമായ മറ്റൊരു ഇബാദത്ത് ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോമ്പിന് ഇത്രയൊക്കെ ശ്രേഷ്ഠതകളുണ്ട്. നോമ്പ് എന്ന സൗമി എന്ന ഇബാദത്തിന് ഇത്രയൊക്കെ ഫضലുകളുണ്ട്. ഇനിയും നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. നോമ്പിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, കുല്ലു അമലി ഇബ്നി ആദം, ആദമിന്റെ സന്തതികൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും അവനുള്ളതാണ്, ഇല്ല സിയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. നിസ്കാരത്തിന് അല്ലല്ലേ പ്രതിഫലം തരുന്നേ? സ്വതക്കക്ക് അല്ലല്ലേ പ്രതിഫലം തരുന്നേ? സക്കാത്തിന്റെ കൂലി അല്ലന്നല്ലേ തരുന്നേ? പിന്നെന്താ അല്ലാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം? നോമ്പ് കൊണ്ടുള്ള നേട്ടത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരനോട് അള്ളാഹുമായുള്ള ബന്ധം അത്രയാണ്. ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ഞാൻ നോമ്പുകാരനാണോ എന്ന് എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ അറിയുള്ളൂ. വേറൊരാളുടെ മുന്നിലും അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ എൻ്റെ റബ്ബാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണക്കല്ലാത്ത കൂലി നോമ്പിന് അള്ളാഹു തരും. രണ്ട് കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. രണ്ട് വിഭാഗം ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. കണക്കല്ലാത്ത പ്രതിഫലം കിട്ടുന്ന രണ്ട് വിഭാഗം, അതിലൊന്നാണ് നോമ്പ്. മറ്റൊരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ കാണാം, സ്വബറിൻ്റെ ആളുകൾക്ക്, ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കല്ലാത്ത പ്രതിഫലം നൽകും. ഇതൊക്കെ ഫضലുകളാണ്, ശ്രേഷ്ഠതകളാണ്. അപ്പോൾ നോമ്പിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്വമുള്ള നോമ്പിനെ സംബന്ധിച്ച് വിവരിക്കുന്ന കാര്യങ്ങളാണിത്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. വഇദാ കാന യൗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന അതേ നോമ്പനുഷ്ഠിച്ച ഒരാളോട് മറ്റൊരാൾ വന്ന് വഴക്കിടുകയാണ്, ഒരു പ്രശ്നത്തിന് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ സ്വബറിനെ കൈവരിക്കണം, ക്ഷമിക്കുന്നവരായി നിങ്ങൾ മാറണം, സ്വബർ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണം, നിങ്ങൾ ക്ഷമിക്കണം. വീണ്ടും അവൻ പ്രശ്നത്തിന് വരികയാണെങ്കിൽ അവനോട് പറയണം, ഇന്നി സ്വായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ്. അതിൻ്റെ അർത്ഥം എന്താ? റമദാൻ മാസത്തിൽ തല്ലൂടാനും പ്രശ്നത്തിനും പോകരുത്, ശാന്തമായി നിൽക്കണം, സ്വബറിൻ്റെ ആളുകളാവണം. ക്ഷമ എന്താണെന്ന് പഠിക്കുന്ന മാസമാണ് റമദാൻ. മനസ്സിലായോ? കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നില്ല, കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നില്ല, കൈകൾ കൊണ്ട് ഹറാമ് പിടിക്കുന്നില്ല. ആരെങ്കിലും പ്രശ്നത്തിന് വന്നാൽ അവൻ ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്. അപ്പോൾ എന്താ? എല്ലാ അർത്ഥത്തിലും സ്വബർ എന്താണെന്ന് പഠിക്കുന്ന ഒരു മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നോമ്പുകാരനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാം, വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അതേ, ലഖുലൂഫു ഫമിസ്വാഇം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ട്, നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്നൊരു ഗന്ധമുണ്ട്. ആ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയറ് കാലിയാകുമ്പോൾ പുറത്തു വരുന്നൊരു ഗന്ധമുണ്ട്. ആ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹിൻ്റെ അടുത്താണ്, അടിമകൾക്കിടയിലല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പുകാരൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളണം. ഇനിയും കാണാം,
ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 ആനന്ദമുണ്ട്. 2 ആനന്ദങ്ങളുണ്ട് നോമ്പുകാരന്. ആ നോമ്പുകാരൻ്റെ ആനന്ദങ്ങളിൽ ഒന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ്. 2ാമത്തെ ആനന്ദം അള്ളാനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള ആനന്ദമാണ്. നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്തുള്ളൊരു സന്തോഷം, ആ ആനന്ദവും 2ാമത്തെ ആനന്ദം അള്ളാനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള ആനന്ദമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇവിടെ സഹോദരങ്ങൾ, ഇതൊക്കെ റമദാനിൻ്റെ നോമ്പിൻ്റെ ഫളലുകളാണ്. ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരമാവധി ഇബാദത്തുകൾ കൊണ്ട് റമദാനിനെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം. നാളെയോ മറ്റന്നാളോ ആയി നോമ്പ് നമ്മളെ മുന്നിലെത്തി. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഖൽബ് കൊണ്ട് ഒരുങ്ങണം, ഇബാദത്ത് കൊണ്ട് ഒരുങ്ങണം, വിശ്വാസം ശരിപ്പെടുത്തി ഒരുങ്ങണം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് റമദാനിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ, റമദാനിലേക്ക് കയറുമ്പോൾ ഒന്നാമതായി നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കണം. നിയ്യത്ത് പ്രധാനമാണ്. ഒരു ഹറാമിനെ തൽക്കാലം നിർത്തിവെച്ചിട്ട് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നത് നല്ല നിയ്യത്തല്ല. ഉദാഹരണത്തിന് പറയാം, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്. പച്ച ഹറാമാണ് സിഗരറ്റ് വലി. പുകവലി എന്നുള്ളത് പച്ചയായ ഹറാമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുകവലിക്കുന്നത് ഹറാമാണ്. കാരണം നമ്മുടെ ഖംർ എന്ന് അല്ലാഹു പ്രയോഗിച്ചു, സകല ലഹരികളും അതിൽപ്പെട്ടു. അതുകൊണ്ട് പുകവലിക്കുന്നൊരു വ്യക്തി പുകവലിക്കുന്ന സമയത്ത് അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വലിക്കും. എന്നിട്ടോ എന്താ നിയ്യത്തെടുക്കുക? ഇനിയിപ്പോൾ നോമ്പ് തുറന്നിട്ടാക്കാം. അവൻ്റെ നോമ്പിൻ്റെ അവസ്ഥ എന്താ? ആ നോമ്പിൻ്റെ ഗതി എന്താ? അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ പരമാവധി നന്മയിൽ ഉപയോഗപ്പെടുത്തണം. ഇന്ന് നമ്മൾ തീരുമാനം എടുക്കണം, ഞാൻ പുകവലിക്കൂല. ചില ആൾക്കാരെയൊക്കെ ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? പെട്ടെന്ന് നിർത്താൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല. സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെ നിർത്തിയത്. ആയത്തിറങ്ങിയപ്പോൾ അവർ നിർത്തി, ആയത്ത് കേട്ടപ്പോൾ അവർ നിർത്തി. ലഹരികളൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്തി അവർ നിർത്തിയതെങ്കിൽ ഈമാനുണ്ടോ? നിർത്താൻ കഴിയും, നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. നമുക്ക് അല്ലാഹ് ഹറാമാണെന്ന് വിധി പറഞ്ഞ പല കാര്യങ്ങളും റമദാനിൽ പോലും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ വെറുതെയാണ് നോമ്പ്, അനാവശ്യമാണ് നമ്മുടെ നോമ്പ്. പട്ടിണി കിടന്നിട്ട് ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ റമദാൻ പകല് വലിക്കണില്ലല്ലോ എന്നാ പറയാ. പകല് വലിച്ചിട്ടില്ലെങ്കിലും നിയ്യത്ത് ശരിയല്ല, നിയ്യത്ത് നന്നായിട്ടില്ല. ഒരു ഹറാമ് കാണാൻ വേണ്ടി വിധി പറയുമ്പോൾ ഒരു ഹറാമ് കേൾക്കാൻ, ഒരു ഹറാമ് കാണാൻ, ഒരു ഹറാമ് കേൾക്കാൻ തൽക്കാലം ഇനിയിപ്പോൾ റമദാനൊക്കെ കയ്യട്ടെ എന്നാണ് നമ്മളെ തീരുമാനമെങ്കിൽ ആ റമദാനെന്നെ വെറുതെ ആയിപ്പോവും. ഇവിടെ തീരുമാനം എന്താവണം? നിയ്യത്ത് എന്താവണം? ഈ റമദാനോട് കൂടി എൻ്റെ ഇബാദത്ത് മുഴുവനും മാറും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തിന്മകളും ഞാൻ ഒഴിവാക്കും, നന്മകൾ ഞാൻ ധാരാളം ചെയ്യും എന്ന നല്ല നിയ്യത്തോടു കൂടി റമദാനിലേക്ക് പ്രവേശിക്കുക. അതിലെ ഒന്നാമത്തെ ഇബാദത്ത്, ഏറ്റവും അഫ്ളലായ ഇബാദത്താണ് റമദാനിലെ നോമ്പ്. ആ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന്, ഇബാദത്തുകൾക്ക് നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബാദത്തുകൾക്ക് കൂലി രേഖപ്പെടുത്തുന്നത്. നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂലി. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കണം. മനസ്സിൽ കരുതുന്നതിനെയാണ് നിയ്യത്ത് എന്ന് പറയുക. മനസ്സിൽ കരുതുന്നതിനെയാണ് നിയ്യത്ത് എന്ന് പറയുക. ആ നിയ്യത്ത് നന്നാക്കണം. നമ്മുടെ നാട്ടിൽ നവൈത്തു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമദാനി എന്നിട്ട് നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന ശൈലി കാണാം. പല ആളുകളിലും ഇന്നും ചില വീടുകളിലൊക്കെ നിലനിന്ന് പോരുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ചൊല്ലിപ്പറയുന്ന ശൈലി റസൂലോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. നിയ്യത്ത് ചൊല്ലിപ്പറയും, നിയ്യത്ത് എന്ന പദത്തിൻ്റെ ആ മായനൻ്റെ അർത്ഥം തന്നെ മനസ്സിൽ എടുക്കുന്ന തീരുമാനത്തിന് പറയുന്ന പേരാണ് നിയ്യത്ത്. അതുകൊണ്ട് മനസ്സിൽ കരുതുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ആ രൂപത്തിൽ നിയ്യത്തോടു കൂടി നോമ്പിലേക്ക് പ്രവേശിക്കുക. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, റമദാനിൽ നോമ്പിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ജമാഅത്തായി നിർവഹിക്കുന്ന രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം. തറാവീഹിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ വഴികൾ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര നിസ്കരിക്കണ്ടേ, എങ്ങനെ നിസ്കരിക്കണ്ടേ വ്യക്തമാണ്. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നു 23 പാടുള്ളൂ, 23ൻ്റെ അപ്പുറം പാടില്ല, 23 കുറയാനും പാടില്ല എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താവും. അത് ബിദ്അത്താവും.
ഒരാൾ പറയാണ് ഞാൻ 23-ലേറെ നിസ്കരിക്കും, 23-ൽ കുറഞ്ഞും നിസ്കരിക്കും, ആ കൂട്ടത്തിൽ 23 നിസ്കരിക്കും എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നിസ്കരിച്ചു പോകാം, കുഴപ്പമൊന്നുമില്ല. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എത്രയും ആവാം. പക്ഷേ വാശി പിടിക്കുന്നത് എന്തല്ല, ഇസ്ലാമിൽ അങ്ങനെ ഗണ്യതമായ ഒരു എണ്ണം പരാമർശിച്ചിട്ടില്ല. അങ്ങനെ പരാമർശിച്ച ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് 11 റക്അത്താണ്. ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസ്, നമ്മൾ ആ ഹദീസിനെ ഫോളോ ചെയ്ത് നമ്മുടെ പള്ളികളിൽ 11 റക്അത്ത് നമസ്കരിക്കുന്നു. സഹാബികൾ നിസ്കരിച്ചതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ആ അടിസ്ഥാനത്തിൽ നമ്മൾ നമസ്കരിക്കുന്നു. ആ നിസ്കാരത്തിന്റെ കൂലി ഫളിൽ റസൂലുള്ള പറഞ്ഞത് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ, റമളാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ ഈമാനം വഹ്തിസാബാ, അതേ ഈമാനോട് കൂടിയും സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടും നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. പാപങ്ങളൊക്കെ അല്ലാഹു എന്ത് ചെയ്യും? ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അതിലൂടെ മായ്ക്കപ്പെടും. ഇമാമിൻ്റെ പിന്നാലെ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗഫ്ലത്ത് വേണ്ട. അതിനൊക്കെ ഒരുങ്ങി തർത്തീബായി നമ്മുടെ പള്ളികളിൽ ജമാഅത്തായുള്ള ഈ നമസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തറാവീഹിന് പോകുക എന്നാ പറയാം. ജമാഅത്തിന് ഇഷാൻ്റെ ജമാഅത്തിനും എത്തൂല, തറാവിക്ക് ഓടി വരുന്ന അവസ്ഥ അല്ല. ഇഷാ ജമാഅത്തിനാണ് നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത്. ഇഷാ ജമാഅത്തിന് വന്നിട്ട് തറാവിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവണം. ഇഷാ ജമാഅത്തിന് പ്രാധാന്യം നൽകണം. ഫർളായ ജമാഅത്തുകൾ നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തിക്കൂടാ, ഒരു കാരണവശാലും, പ്രത്യേകിച്ച് റമളാനിൽ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത്താഴത്തിൻ്റെ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, അത്താഴത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്, ബർക്കത്ത് നഷ്ടപ്പെടുത്തരുത്. അത്താഴത്തിൻ്റെ ബർക്കത്ത് റസൂലുള്ള പറഞ്ഞു, അത്താഴത്തിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം സുബഹിക്ക് തൊട്ടു മുമ്പുള്ള സമയമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റസൂലുള്ളാഹിൻ്റെ സുബഹി ജമാഅത്തിൻ്റെയും സുബഹി ബാങ്കിൻ്റെയും റസൂലുള്ളാഹിൻ്റെ അത്താഴത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയം 50 ആയത്തോതാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്ര അടുത്ത ആ സമയത്ത് എഴുന്നേറ്റ് പിന്നെ അത്താഴം കഴിക്കലാണ് ഏറ്റവും ഖൈർ. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണ്ടാന്ന് നമുക്ക് തോന്നുക, എനിക്കിന്ന് ഭക്ഷണം ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും എഴുന്നേറ്റിട്ടൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് ഈ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക, ഈ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. സഹോദരങ്ങളെ, അത്താഴത്തിൻ്റെ ബർക്കത്ത് നമ്മൾ നേടിയെടുക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പകലിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച് ഇബാദത്തുകൾ അധികരിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും റമളാനിനെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിലാവട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാവട്ടെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അത്താഴത്തിൻ്റെ മഹത്വം പറഞ്ഞു. അതുപോലെ തന്നെ പകലിലെ ജമാഅത്ത് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ദിക്റുകൾ വർദ്ധിപ്പിക്കലും ദുആകൾ അധികരിപ്പിക്കലും കിട്ടുന്നൊരു മണിക്കൂർ സമയമുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ പള്ളിയിൽ ചിലവാക്കാൻ പറ്റുമോ നോക്കുക. പള്ളിയിൽ വന്നിരുന്ന് ഖുർആനൊക്കെ ഓതി മനസ്സൊന്ന് റാഹത്തായി ആ രൂപത്തിൽ റമളാനിനെ ഒന്ന് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹത്തിൻ്റെ മാസമാണ്. ഇബാദത്തുകൾക്കൊക്കെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്. ആ പ്രതിഫലങ്ങളൊന്നും നഷ്ടപ്പെടുത്തൂല എന്നുള്ളൊരു പ്രതിജ്ഞ, ഒരു തീരുമാനമെടുത്തുകൊണ്ട് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ റസൂലുള്ള പഠിപ്പിച്ചൊരു ഖൈറുള്ള ഒരു സംഭവമാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള
നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഖൈർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം എൻ്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. എന്താ നോമ്പ് തുറക്കാൻ കാണിക്കേണ്ട ധൃതി? നോമ്പ് തുറക്കാൻ കാണിക്കുന്ന ധൃതി എന്ന് പറഞ്ഞാൽ ആ നോമ്പ് തുറക്കുന്ന വിഭവങ്ങളൊക്കെ ഒന്ന് മുന്നിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ ആ വിഭവങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് നോമ്പ് തുറക്കാൻ ഒരു ഈത്തപ്പഴോ വെള്ളമോ വെച്ചിരിക്കും. അതിൻ്റെ മുന്നിൽ ഇരുന്നൊരു 10 മിനിറ്റെങ്കിലും നേരത്തെ വന്നിരുന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാം. നോമ്പ് തുറക്കുന്ന നേരത്തുള്ള ആ ദുആക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ആ സമയത്തും കാണാം ഭയങ്കര ബഹളവും വർത്താനം, ജഗപ്പുക, ഒച്ചപ്പാടും ബഹളമൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ആ സമയത്ത് ഇബാദത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ശാന്തമായ രൂപത്തിൽ ആ സമയത്തിരുന്ന് ദുആ ചെയ്യുന്നൊരവസ്ഥ നമുക്കുണ്ടാവണം. ആ രൂപത്തിൽ പരിശുദ്ധ റമദാനിൻ്റെ ആ സമയങ്ങളെ വിനിയോഗിക്കാൻ കഴിയണം. വീടുകളിൽ പല സ്ത്രീകളും സഹോദരങ്ങളെ സമയത്തിന് നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ വിഷയമാണ്. വീട്ടിൻ്റെ പണിത്തിരക്ക്, ആണുങ്ങൾക്കുള്ളതൊക്കെ എടുത്തു കൊടുത്തു, കുട്ടികൾക്കുള്ളതൊക്കെ വെച്ചുകൊടുത്തു. ഉമ്മ നോമ്പ് തുറക്കാൻ മറക്കുക. ഉമ്മാൻ്റെ നോമ്പ് തുറ 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഈ അവസ്ഥയ്ക്ക് നമ്മൾ എത്തരുത്. റമദാനിന് ഖൈറുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ധൃതി കാണിക്കുന്നതിൽ ഖൈറുണ്ട്. ആ ഖൈറ് എല്ലാവർക്കും കിട്ടണം. ഉമ്മാക്ക് കിട്ടണം, പെങ്ങൾക്ക് കിട്ടണം, ജേഷ്ഠാനുജന്മാർക്ക് കിട്ടണം. ഈ റമദാൻ തീർന്നാൽ ഇനി ഖൈറുള്ള ആ ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. ഫർളായ ഒരു നോമ്പ്, ഫർളായ ഒരു ഇബാദത്തായി നോമ്പിനെ ഇത്രയും ഫضലുള്ള ഒരു മാസം ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ റമദാനിനെ സഹോദരങ്ങളെ അത്രയും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ നാടുകളിലുള്ളൊരു ഫസാദ് എന്താണെന്ന് വെച്ചാൽ 3 മിനിറ്റ് നേരം വൈകി ബാങ്ക് കൊടുക്കുന്ന പള്ളികളുണ്ട്. കലണ്ടറിൽ സാധാരണ ബാങ്ക് വിളിക്കുന്ന കലണ്ടറിലെ സമയം തെറ്റിച്ച് 3 മിനിറ്റ് വൈകിട്ട് ചില പള്ളികളിൽ നിന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് 3 മിനിറ്റ് വൈകി കൊടുക്കുക. ചോദിക്കുമ്പോൾ പറയണത് എന്താ? സൂക്ഷ്മതൻ്റെ ഭാഗമാണ്. റസൂല് പഠിപ്പിക്കാത്തൊരു സൂക്ഷ്മത എന്തിനാ നമുക്ക്? കലണ്ടറിൽ നമ്മൾ ഏത് കലണ്ടർ നോക്കിയാണോ സാധാരണ ബാങ്ക് വിളിക്കാറുള്ളത് ആ കലണ്ടറിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ബാങ്ക് വിളിക്കും, നമ്മൾ നമസ്കരിക്കും. എങ്കിൽ അത് തന്നെയാണ്, ആ സമയം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ നോമ്പ് തുറക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് വേറൊരു സമയമൊന്നുമില്ല. നമ്മുടെ നാടുകളിൽ ചില പള്ളികളിൽ കാണാം, ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താലും 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കണം. ഇതൊരു ഫസാദാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ മറികടന്ന് നമ്മളെ ഇഷ്ടത്തിനൊരു തെഖ്വയും ഒരു ഈമാനൊക്കെ നമ്മളെ ഇഷ്ടത്തിനെ വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫസാദാണ്. അവിടെ നമ്മൾ സൂക്ഷിക്കണം. ഇനി അങ്ങനെ ബാങ്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ, എവിടെയാണെങ്കിലും ശരി, അങ്ങനെ ബാങ്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ. നമ്മളെ ഖൈർ നഷ്ടപ്പെടുത്താതിരിക്കുക. സമയമായോ നോമ്പ് തുറക്കുക, സമയമായോ നോമ്പ് തുറക്കുക. ആ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുക, ആ ഖൈറുകൾ നമ്മൾ നേടിയെടുക്കുക. പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മുൻകൂട്ടി ഒരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത് എന്തെന്ന് വെച്ചാൽ സക്കാത്തിൻ്റെ വിഹിതങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി വെക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് കൊടുത്തു തീർക്കേണ്ട ഇടപാടുകൾ. അത് കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും. സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് പറയാം. ഈ നോമ്പിൻ്റെ കാര്യത്തിൽ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേറെ സൂക്ഷിക്കേണ്ടതാണ്. നോമ്പ് തുറക്കുന്ന നേരത്തുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തുൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലകസംതു വഅലാ റിസിഖിക അഫ്തർതു എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. മുമ്പ് കാലത്ത് നമ്മളൊക്കെ ചൊല്ലിയിരുന്നത്. പക്ഷേ ഹദീസ് സ്വഹീഹല്ല, അതിൽ ളുഅഫുണ്ട്, ളഈഫാണെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊരു ഹദീസാണ്, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള മറ്റൊരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഏറ്റവും അർത്ഥവത്തായ ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതെ, ദാഹം തീർന്നു, നാഡി ഞരമ്പുകളൊക്കെ നനഞ്ഞു, അള്ളാഹ് ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പാക്കാം എന്ന ഹദീസ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വാചകം റസൂലുള്ള പഠിപ്പിച്ച ദുആയാണ്. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന അനിവാര്യമായും നമ്മൾ പ്രാർത്ഥിക്കുക. നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ രൂപത്തിൽ പരിശുദ്ധ റമദാനിനെ സജീവമാക്കുക. എല്ലാ അർത്ഥത്തിലും സംശയമുള്ള നോമ്പിൻ്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് ബാത്തിലാകുന്ന മേഖലകൾ, അതൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും ആ റമദാനിൻ്റെ മുഴുവൻ ഖൈറും ബർക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിനെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ പറ്റുന്ന നല്ല ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله إلا